ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടർബോ ജോവിൻ. അങ്ങനെ വീണ്ടും വേറൊരു എപ്പിസോഡും നല്ല തകർപ്പൻ വണ്ടികൾ എന്ന് പറയുമ്പോഴേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ, നിസ്സാര പൈസക്ക്. ഇത് കുറെ ആൾക്കാർ ചോദിച്ചു എത്തിയോസിന്റെ GD. അപ്പോൾ അത് GD അല്ല, ഇത് VD ആണ്. അപ്പോൾ ഡിക്കിയുള്ള എത്തിയോസില്ലേ, അപ്പോൾ കുറെ ആൾക്കാർ ടാക്സി ആക്കാൻ നല്ലൊരു വണ്ടി കിട്ടുമെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിസ്സാര പൈസക്ക് കിട്ടാ നമുക്കൊരു എത്തിയോസ് 2012 മോഡല്. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ചെറിയ ഫാമിലികൾക്കുള്ള വണ്ടികളാണ്. ഒരു 5 വണ്ടികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വരുന്നത് നമുക്ക് ഒരു ഇഗ്നിസ് 2019 മോഡല്, ഒരു ഇഗ്നിസ് ഇപ്പോൾ ലേറ്റസ്റ്റ് കളക്ഷനാണ്. കണ്ടോ വന്നിട്ടുള്ളോ? ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ പറയണത്. പുതിയ വണ്ടി, നല്ല വണ്ടി, ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടികൾ ജസ്റ്റ്. അപ്പോൾ ഒരു ഇഗ്നിസ് ഉണ്ട്, ഇത് 2019 മോഡല്. ഈ എത്തിയോസ് എന്ന് പറയുന്നത് 2012 മോഡല്, നിസ്സാര വിലയ്ക്ക് ഓഫർ പ്രൈസിന്. പിന്നെ വരുന്നത് i20 മാഗ്ന വൈറ്റ്, നല്ല അടിപൊളി വണ്ടികളാണ് കേട്ടോ അതൊക്കെ. അത് 2016 മോഡല്, ലോ കിലോമീറ്റർ വണ്ടി, 33,000 കിലോമീറ്ററാണ് ആ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി കണ്ടീഷനിലിരിക്കുന്ന വണ്ടി. പിന്നെ വളരെ വില കുറവിൽ നമുക്കൊരു മൈക്ര ഉണ്ട്, മൈക്ര XT 2013 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. പിന്നെ ഇത്തിരി കളർഫുള്ളായിട്ട് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് നിയോസ്, അതും കാപ്പ എൻജിൻ 2020 മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 2020. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ വളരെ നിസ്സാര പൈസയ്ക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പറയുകയാണ്, ഇത്രയും വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. ഇനി ഓരോ വണ്ടിയുടെ നമ്മൾ ഇൻറ്റീരിയർ, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എല്ലാ വണ്ടിയുടെയും നമ്മളൊരു വണ്ടി കാണിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് വീഡിയോ ഇങ്ങനെ വില പറഞ്ഞ് പോകരുതെന്ന് നമ്മുടെ ഒരു മാന്യ സുഹൃത്ത് കമൻറ്റിലിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയണതൊക്കെ പിന്നെ നിങ്ങൾ പറയണ അനുസരിച്ചിരിക്കും നമ്മൾ വീഡിയോസ് തന്നെ എടുക്കുക. അപ്പോൾ ജസ്റ്റ് വണ്ടി ഇങ്ങനെ കാണിച്ച് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേരൊക്കെ മറന്നു, എന്നാലും ഒരു കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയുള്ള എല്ലാത്തിലും നമ്മൾ വീഡിയോയിൽ വണ്ടി ഇൻറ്റീരിയറൊക്കെ വൃത്തിക്ക് കാണിക്കും, കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇത്രയും വണ്ടികളാണുള്ളത്. എത്തിയോസ് ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്, i20 ഉണ്ട്, മൈക്ര ഉണ്ട്, ഗ്രാൻഡ് i10 ഉണ്ട്. അപ്പോൾ ഈ വണ്ടികളിലൊക്കെ ഇൻറ്റീരിയർ, അതിൻ്റെ ഉള്ള കാര്യങ്ങൾ, വണ്ടിയുടെ എത്ര കിലോമീറ്റർ, പ്രൈസ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നല്ല വണ്ടികളാണ്, മിസ് ചെയ്യണ്ട. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കിടിലൻ വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനിയിപ്പോൾ ഈ വണ്ടിയല്ല, വേറെ വണ്ടി നിങ്ങൾ നോക്കണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനെങ്കിലും നമ്മുടെ ചാനൽ ഉപയോഗിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കാണാം, ഓരോ വണ്ടികളും ഡീറ്റെയിൽ ആയിട്ട് കാണാം. കമാൺ. അപ്പോൾ അങ്ങനെ നമ്മുടെ 5 വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കാണ്. അപ്പം നമുക്ക് ആദ്യം എത്തിയോസ് തന്നെ തുടങ്ങാം. ഉള്ളിൽ ഏറ്റവും വില കുറവ് നമ്മുടെ എത്തിയോസിനാണ്. ഏറ്റവും വില കുറവല്ല കേട്ടോ, ഇതിനും വില കുറവുള്ള വണ്ടിയുണ്ട്. അപ്പം നമുക്കിത് എത്തിയോസ് 2012 മോഡല്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടി, 2012 മോഡൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 മോഡലാണെങ്കിലും ഇത് ആകെ ഓടിയിട്ടുള്ളത് 1,80,000 അതായത് പ്രൈവറ്റ് ഉണ്ട് കാരണം ഓട്ടം. ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ ടൊയോറ്റനൊക്കെ വെച്ച് നോക്കുമ്പോൾ 1,80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വലിയ ഓട്ടമില്ല. അപ്പോൾ 2012 മോഡൽ വണ്ടി, നിങ്ങൾ പിന്നെ വണ്ടിയുടെ കണ്ടീഷനും കൂടി നോക്കട്ടെ. ഇൻറ്റീരിയർ ആയാലും ഇപ്പം നമുക്ക് ഇൻറ്റീരിയറും പുറമേയുള്ളതെല്ലാം കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എൻജിൻ കണ്ടീഷനും കാര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. നല്ല കണ്ടീഷനിലുള്ള വണ്ടി, വളരെ നീറ്റായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി, 1,80,000 കിലോമീറ്റർ, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ, അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഇപ്പോൾ ടാക്സി ആയിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ അല്ല വീട്ടിലൊരു സെഡാൻ അത്യാവശ്യം മൈലേജിൽ കൊണ്ട് നടക്കാൻ എളുപ്പത്തിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എത്തിയോസ് ആണിത് കേട്ടോ. അപ്പോൾ എത്തിയോസ് VD 2012 മോഡല്, സെക്കൻഡ് ഓണർ വണ്ടി. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് വെറും 3,99,000 രൂപ. 4 ലക്ഷം ആ റേഞ്ചിലാണ് നമ്മുടെ ഈ വണ്ടി കിടക്കുന്നത്. 3,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇതിന് ഫിനാൻസ് നമ്മൾ അവൈലബിൾ ആണ്, ഫിനാൻസും കാര്യങ്ങളും ചെയ്തു തരും അത്യാവശ്യക്കാർക്ക്. അപ്പോൾ 2012 മോഡല്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ, 1,80,000 ഓടിയിട്ടുള്ള വണ്ടി എത്തിയോസ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഇഗ്നിസ് ആണ്. ഇഗ്നിസിൻ്റെ 1.2 സെറ്റ വേരിയൻ്റിലുള്ള പെട്രോൾ വണ്ടി, മാനുവൽ ട്രാൻസ്മിഷൻ. ഇഗ്നിസ് കുഞ്ഞ ഫാമിലിക്കൊക്കെ അടിപൊളി, നല്ല സ്റ്റൈലിഷും കൂടിയാണ്. പ്രത്യേകിച്ച് ആ റിമ്മൊക്കെ നോക്കി ബ്ലാക്ക് ഔട്ടായിട്ടുള്ള അലോയ് വീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇഗ്നിസ്. ഇതിൻ്റെ 1.2 സെറ്റ, റിക്ക് സെൻസർ അടക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 78,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയാലും AC എല്ലാം കൊണ്ടും നല്ല, എന്താ പറയുക, അത്യാവശ്യം നല്ല ഒരു കുഞ്ഞ ഫാമിലിക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ് ഇഗ്നിസ് വരുന്നത്. ഇത് കമ്പനി സർവീസുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ്, ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 5,25,000 രൂപയാണ്. 5,25,000 നിങ്ങൾക്ക് ഒരു ഇഗ്നിസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാണ്.
പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ നോക്കുക, എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്, എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. നമുക്ക് അപ് ടു 90% വരെ നമുക്ക് ഫിനാൻസ് എങ്ങനെയായാലും പാസ്സാവും. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, നല്ല സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ 100% വരെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ വണ്ടികൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതിലൊക്കെ നോക്കുക. വണ്ടി ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നോക്കുക. പിന്നെ നമ്മൾ പറയുന്നു ഇതിന് ഈ കാണിക്കുന്ന ഒരു വണ്ടികൾക്ക് മാച്ചറിൻ്റെ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യുക. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. പിന്നെ അടുത്തത് വരുന്നത് i20 ആണ്. i20യുടെ മാഗ്നയാണ് വരുന്നത്. ഇതും പെട്രോൾ വണ്ടിയാണ്, മാനുവൽ ട്രാൻസ്മിഷനുള്ള വണ്ടിയാണ്. ഇത് 2016 മോഡല് വണ്ടിയാണ് i20. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും രസമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളാണ്. പിന്നെ i20 നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി കൂടിയാണ്. ഇത് ലോ കിലോമീറ്റർ 33,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. 2014 മോഡൽ i20 മാഗ്ന വേരിയൻറ്റ് 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,80,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പ്രൈസ് പറയണത് ഇപ്പോൾ ഈ വണ്ടിയുടെ 4,80,000 പറഞ്ഞു എന്ന് ഉള്ളത് അതിൻ്റെ കൂടെ ഷോറൂം നമ്മളൊക്കെ കമ്മീഷൻ ഏജൻസാണ് ഷോറൂമിലൊക്കെ. അപ്പോൾ ഒരു 2% കമ്മീഷനും കൂടിയും ഷോറൂം കമ്മീഷനും കൂടിയും ഇതിൻ്റെ മേലെ വരും. ചെറിയൊരു എമൗണ്ടാണ്. പിന്നെ പേര് മാറ്റാൻ RTO ചാർജസ് ഒരു 1,500 അടുത്തൊരു RTO ചാർജസും വരും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇതും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് പറയണത് വണ്ടിയുടെ പ്രൈസാണ്. ഇതിൻ്റെ കൂടെ ഡീലർ കമ്മീഷനും വരും, ഈ RTOയുടെ ചാർജസും വരും, വേറെ ഒന്നുമില്ല. പിന്നെ ഫിനാൻസും കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. നമ്മൾ ഇത് നോക്കട്ടോ, മാഗ്ന വേരിയൻറ്റ് VT മാനുവൽ ട്രാൻസ്മിഷൻ i20 2016 മോഡല്. നല്ല അടിപൊളി വണ്ടിയാണ് കണ്ടോ. എൻ്റെ പെയിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, വളരെ നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് 4,80,000 വരുന്നത്. ഇനി നല്ല വില കുറവിൽ ഒരു മൈക്ര, നിസാൻ്റെ മൈക്ര, ഇത് XT വേരിയൻ്റ് ആണ്. മൈക്രയുടെ XT ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇപ്പോൾ വീട്ടിൽ ഭാര്യയ്ക്കൊക്കെ ഒരു വണ്ടി ഓടിച്ചു പഠിക്കാൻ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കിക്കോളൂ. അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റൈലും ആയി, അത്യാവശ്യം റിച്ചും ആയി, എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി നിസാൻ്റെ മൈക്ര XT 2013 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 58,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്, നിസാൻ മൈക്ര. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 രൂപയുള്ളൂ. 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അതായത് വൈഫ് ഡ്രൈവിംഗ് പഠിച്ചു, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു. അപ്പോൾ എന്നാൽ പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാനുള്ള ഒരു ധൈര്യം നമുക്കില്ല, വാങ്ങാനുള്ള ഓടിക്കാനുള്ള ധൈര്യം ഭാര്യയ്ക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അത്യാവശ്യം XL അല്ല, ST വേരിയൻറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്, കാണാനും രസമുണ്ട്, എല്ലാം കൊണ്ടും. അപ്പോൾ ഒരു നിസാൻ മൈക്ര 2013 മോഡല് കേട്ടോ, 58,000 കിലോമീറ്റർ, ആസ്കിംഗ് പ്രൈസ് 3.5 ലക്ഷം രൂപ. പിന്നെ ഇനിയിപ്പോൾ ഇതിന് നല്ല കളർഫുൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് i10 നിയോസ്, ഗ്രാൻഡ് i10 ഉണ്ട്, ഹോണ്ടയുടെ ഗ്രാൻഡ് i10. ഇത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്, മാഗ്ന വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാപ്പ എഞ്ചിനാണ്, മാഗ്ന വേരിയൻ്റ് ആണ്, 1.2 കാപ്പ എഞ്ചിൻ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്, ഇതും ഓട്ടോമാറ്റിക്കാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ളൊരു വണ്ടി ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചു കൊടുക്കാം. ഫാമിലി യൂസിനൊക്കെ പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ഈ വണ്ടി 2019 മോഡല്, 2020 രജിസ്ട്രേഷൻ, അതായത് 2020 വണ്ടിയാണിത്. സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 66,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ്, യാതൊരുവിധ ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള, കാണാൻ നല്ല രസമുള്ള കളർ. ഇപ്പോൾ എക്സ്റ്റീരിയർ റെഡ് കളർ ആയാലും ഡിസൈൻ ആയാലും ഇൻറ്റീരിയർ ആയാലും എല്ലാം കൊണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് ഗ്രാൻഡ് i10 നിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,60,60,000 രൂപയാണ്.
ഓക്കെ, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5,60,000 രൂപ. നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കുക വണ്ടികളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇൻറ്റീരിയർ ഇതിപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. നമ്മൾ പോലും ആക്ച്വലി ഇത് വാഷ് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. വന്ന ഇതിലാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള നമ്മളെ നല്ല വണ്ടികൾ നോക്കി തിരഞ്ഞു പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നല്ല വണ്ടികൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് വാങ്ങാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മറ്റേ പരിശോധന കാര്യങ്ങളൊക്കെ ആവാം. എന്നാലും നമ്മൾ പറയണം നല്ല വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു 2020 മോഡല് ഗ്രാൻഡ് ഐട്ടൺ നിയോസ്. അപ്പോൾ വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക, നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് തരും. ഫിനാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വണ്ടികളായിട്ട് വരാണ്. അപ്പോൾ ഈ വണ്ടികളിലൊക്കെ എല്ലാം നല്ല വണ്ടികളാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.